നമസ്കാരം. കഴക്കൂട്ടത്തിക്കുറി ആര് ജയിക്കും? ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള പോരാട്ടം നടന്ന, കേരളത്തിൽ സംഘപരിവാറുകാർ ഏറ്റവും ഉറ്റുനോക്കുന്ന, അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് വളരെയധികം പ്രതീക്ഷിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം അതേപടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കാൻ കഴിയുമെന്ന് അവർ വലിയ പ്രതീക്ഷയോടുകൂടി വിലയിരുത്തുന്ന കഴക്കൂട്ടം മണ്ഡലം വലിയ അത്ഭുതങ്ങൾക്ക് സാധ്യതയില്ല എന്ന് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ കഴക്കൂട്ടം മണ്ഡലം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടാണ് BJPയുടെ എ ക്ലാസ് മണ്ഡലമായിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതായത് അതിന് തൊട്ടു മുമ്പ് നടന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലുമാണ് ഇവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട്, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയെ കേന്ദ്രീകരിച്ച് കഴക്കൂട്ടം മണ്ഡലത്തിലുണ്ടായ വോട്ട് ശതമാനത്തിന്റെ വർധനവാണ് BJPയെ സംബന്ധിക്കുന്നിടത്തോളം കഴക്കൂട്ടം വലിയ പ്രതീക്ഷയുള്ള എ ക്ലാസ് മണ്ഡലമായി മാറിയത്. അതിന് മുന്നോടിയായിട്ട് നിയമസഭയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കോൺഗ്രസിന് വലിയ ആഭിമുഖ്യമുള്ള, കോൺഗ്രസ് ലീഗിന് കൈമാറിയിരുന്ന, ഇടതുപക്ഷവും വിജയിച്ചിരുന്ന ചരിത്രമുള്ള ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ 2011 വരെ കോൺഗ്രസിന്റെ MA വാഹിദായിരുന്നു MLA. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, കോൺഗ്രസ് വിജയിച്ചിരുന്ന, അതായത് പുസ്തകമടയാളത്തിൽ അതിന് 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നേ തൊട്ട് ഇവിടെ സ്വതന്ത്രനായി മത്സരിച്ച് ലീഗിന് കൊടുത്ത സീറ്റ് കോൺഗ്രസിന്റെ MA വാഹിദ് വിജയിച്ചു കയറിയ മണ്ഡലമാണ്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2011 നടന്ന തെരഞ്ഞെടുപ്പിലും ഇവിടെ MA വാഹിദ് വിജയിച്ചു കയറുമ്പോൾ ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ നേരിട്ട് പോരാട്ടം നടത്തിയിരുന്ന മണ്ഡലം എന്നുള്ള ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. 2026 എത്തുമ്പോൾ മനസ്സിലാക്കുക, 2011 മുതൽ കോൺഗ്രസിന്റെ MLA ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ 2026 തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ, അത് 2021 എത്തുമ്പോൾ കോൺഗ്രസ് 3-ാം സ്ഥാനത്തായി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, നമ്മുടെ നാട്ടിൽ ആരാണ് BJPയെ വളർത്തുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം കൂടിയാണ് കഴക്കൂട്ടം മണ്ഡലം. കാര്യം ഇവിടെ കോൺഗ്രസിന്റെ MLA ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് വിജയിച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ പിന്നീട് ഇടതുപക്ഷം MA വാഹിദിനെ പരാജയപ്പെടുത്തി 2016 തെരഞ്ഞെടുപ്പിൽ അവിടെ കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. തുടർച്ചയായിട്ട് 3-ാം ടേണാണ് കടകംപള്ളി ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്നത്. 10 വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞു. MA വാഹിദിനെ പരാജയപ്പെടുത്തുമ്പോൾ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ നടന്ന പോരാട്ടത്തിൽ അവിടെ കടകംപള്ളി സുരേന്ദ്രൻ ആദ്യം 6000-ൽ പരം വോട്ടിന് വിജയിച്ചു കയറിയ മണ്ഡലം ഇപ്പോൾ BJPയും CPMുമായിട്ട് മത്സരം നടക്കുന്നുണ്ടെങ്കിൽ ആര് തളർന്നു, ആര് വളർന്നു, ആരുടെ വോട്ട് ആരിലേക്ക് പോയി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവിടെയുണ്ട്. അതായത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ആരാണ് BJPയെ വളർത്തുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ കോൺഗ്രസിന്റെ MLA ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ ഇപ്പോൾ CPMും BJPയും തമ്മിൽ പോരാട്ടം നടത്തുമ്പോൾ കോൺഗ്രസ് ചിത്രത്തിലില്ലാത്ത അവസ്ഥയിൽ 3-ാം സ്ഥാനത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ 2026 തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാനിരിക്കെ ഇവിടെ CPMും BJPയും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടം നടക്കുമ്പോൾ 3-ാം സ്ഥാനത്തേക്ക് ശരത്ചന്ദ്ര പ്രസാദ് പോകുന്നു എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അവിടെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇപ്പോൾ മറ്റൊരു അത്ഭുതവും സംഭവിക്കില്ല. വളരെ ശക്തമായിട്ടുള്ള മത്സരം, വി മുരളീധരൻ എന്നുള്ള BJPയുടെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവിനെ തന്നെ കൊണ്ടുവന്ന് കളത്തിലിറക്കി BJPയുടെ വിജയിക്കാൻ അരയും തലയും മുറുക്കി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും തുച്ഛമായ വോട്ടുകൾക്ക്, അതായത് 3000 മുതൽ 5000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ വിജയിക്കാൻ പോകുന്നു എന്ന് ഗ്രൗണ്ട് റിയാലിറ്റി വെച്ച് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് BJPയുടെ എ ക്ലാസ് മണ്ഡലമാണ്, വിജയിച്ചിരിക്കും എന്ന രീതിയിൽ ഇവിടെ പോരാട്ടത്തിന് ഇറങ്ങിയത്. അതിന് കാരണമുണ്ട്. 28 വാർഡുകളിൽ 15 വാർഡുകൾ പുതുതായി നഗരസഭയിൽ പുനഃക്രമീകരിച്ച വാർഡുകളെല്ലാം BJP തൂത്തുവാരുന്ന സാഹചര്യത്തിൽ, അതായത് തുച്ഛമായ, തൂത്തുവാരി എന്ന് പറഞ്ഞാൽ തുച്ഛമായ വോട്ടുകൾക്ക് വിജയിച്ചു കയറുന്ന സാഹചര്യത്തിൽ ഇവിടെ ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടായി. അതിന്റെ ഒരു ഇഫക്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ കൂടി ആഞ്ഞടിക്കുമെന്നുള്ള വിലയിരുത്തലാണ് BJPക്ക് ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കടകംപള്ളിയെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളും രാഷ്ട്രീയ പ്രചരണങ്ങൾ ഉൾപ്പെടെ നടത്തി, വ്യക്തിഹത്യ നടത്തിയുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ട് പോലും ഏറ്റവും ഒടുവിൽ ഗ്രൗണ്ട് റിയാലിറ്റി എടുക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ വിജയിക്കാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ചില കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണമായിട്ടുള്ളത് കടകംപള്ളി സുരേന്ദ്രന്റെ
സോഷ്യൽ ബാലൻസിങ്ങിനുള്ള കഴിവാണ് അതിൽ ഒന്നാമത്തെ കാര്യം. അദ്ദേഹത്തിന് കഴിഞ്ഞ 10 വർഷത്തോളം ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധിയായിട്ടും അതിനു മുന്നേ തന്നെ ഈ മണ്ഡലത്തിലെ തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിലെ ജനങ്ങളുമായിട്ടുള്ള ബന്ധവും സാമുദായിക സംഘടനകളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് വോട്ട് സമാഹരിക്കാനുള്ള ശേഷിയുണ്ട്. 10 വർഷത്തെ അതേ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനോടുള്ള എതിരഭിപ്രായം കൊണ്ടുണ്ടായിട്ടുള്ള ചില വിരുദ്ധ വോട്ടുകൾക്ക് കൂടി ബദലായിട്ട് അദ്ദേഹത്തിന് തന്നെ എല്ലാത്തരം രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ സ്വന്തം നിലയ്ക്ക് വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വിജയിക്കാനുള്ള ഒരു കാരണമാണ്. അതോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 15 വാർഡുകൾ BJP പിടിച്ചെടുക്കുമ്പോൾ ആ 15 വാർഡുകളിലെയും അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് ജയിച്ച 2 വാർഡുകളിലെയും കൂടി വോട്ടെല്ലാം കൂടി സമാഹരിച്ചുകൊണ്ട് 28 വോട്ടുകളിലെ മുഴുവൻ ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ടിന്റെ കണക്ക് കൂടി എടുക്കുമ്പോൾ 40,000 വോട്ടോടെ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് ഇടതുപക്ഷത്തിനാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി പരിഗണിക്കുമ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നില്ല. ഇതിനോടൊപ്പം തന്നെ ഇവിടെ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയതും BJP ജയിക്കാൻ പോകുന്നു എന്ന സാഹചര്യം ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമായ ബോധ്യപ്പെടൽ ഉണ്ടാകുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഏകദേശം 20,000-ലേറെ വോട്ടുകളുള്ള ഈ മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ കടകംപള്ളിക്ക് അനുകൂലമായതും വിജയം ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ BJP-ക്കാരുടെ ആത്മവിശ്വാസം 2 ദിവസം കൂടി മാത്രമേ ആയുസ്സുണ്ടാകത്തുള്ളൂ. ഇവിടുത്തെ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും എല്ലാം നോക്കുമ്പോൾ സാമുദായിക സന്തുലിതാവസ്ഥയും ഒപ്പം തന്നെ സാമൂഹ്യ ബന്ധവും പാർട്ടി വോട്ടുകളെല്ലാം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ഇവിടെ 3000 മുതൽ 5000-ഓളം വോട്ടുകൾക്ക് കടകംപള്ളി വിജയിച്ചു കയറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ BJP ഉറ്റുനോക്കുന്ന നിയമത്തിന് പുറമെയുള്ള കഴക്കൂട്ടം മണ്ഡലത്തിൽ വിജയിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. BJP-യെ കൊണ്ട് ഈ മണ്ഡലത്തിൽ വിജയിക്കാൻ വേണ്ടിയുള്ള സകല അടവുകളും വി മുരളീധരനിലൂടെ പയറ്റിയിട്ടുണ്ടെങ്കിലും ഉള്ള സംവിധാനങ്ങൾ മുഴുവൻ പ്രവർത്തിപ്പിച്ചുകൊണ്ടും ഒപ്പം തന്നെ വലിയ സാമ്പത്തികം ഈ മണ്ഡലത്തിൽ ഒഴുക്കിക്കൊണ്ടുള്ള പ്രചരണങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ഫലവത്താകാൻ പോകുന്നില്ല. പക്ഷേ 23,000-ലേറെ വോട്ടിന് വിജയിച്ചിരുന്ന മണ്ഡലത്തിൽ നിന്ന് 5,000-ലേക്ക് ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP ഉന്നയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഉയർത്താൻ പോകുന്ന ആത്മവിശ്വാസം. അതിനപ്പുറത്തേക്ക് വി മുരളീധരൻ എന്നല്ലാതെ മറ്റൊരു കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ നേരത്തെക്കാളും ഇരട്ടി വോട്ടിന് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും സ്ഥാനാർത്ഥിയുടെ വിജയപ്രതീക്ഷ 15,000-ലേറെ വോട്ടിനാണ്. ഒപ്പം തന്നെ പാർട്ടിയുടെ വിലയിരുത്തൽ 10,000-ഓളം വോട്ടിനാണെങ്കിൽ പോലും 5,000-ഓളം ഭൂരിപക്ഷത്തിന് വിജയിച്ച് കയറാനാണ് സാധ്യതയെന്നാണ് അന്തിമമായി ഈ മണ്ഡലത്തിലെ പലരോടും സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ റിയാലിറ്റി എന്ന് 2 ദിവസം മുന്നേ തന്നെ ആ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് നിർത്തുകയാണ്.